നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ കേസിൽ പുറത്തുവരുന്ന വിവരങ്ങൾ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണെന്നും അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നതെന്നും BJP വക്താവ് K. സുരേന്ദ്രൻ. അതിജീവിതകളെ സഹായിക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരെ സംഘടിതമായി ആക്രമിച്ച് നിലം പരിശാക്കുന്ന ക്രിമിനൽ സംഘമാണ് ഇതിന് പിന്നിലെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസിലെ ഗുണ്ടാ സംഘമെന്നും K. സുരേന്ദ്രൻ. ടിഷ്യൂ പേപ്പർ എടുക്കുന്നത് പോലെയാണ് രാഹുലിനെതിരെ പരാതികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി E. സുരേഷ് ബാബു. സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നതാണ് കോൺഗ്രസ് സംസ്കാരമെന്നും മാതൃകയാണെങ്കിൽ കോൺഗ്രസ് ഇയാളെ പുറത്താക്കണമെന്നും MLA സ്ഥാനം രാജിവെക്കണമെന്നും E. സുരേഷ് ബാബു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച പെൺകുട്ടിയെ അധിക്ഷേപിച്ച് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. രാഹുലിനെതിരെ പരാതി വന്നിട്ട് 3 മാസമായെന്നും അന്ന് പെൺകുട്ടി ഒളിവിലായിരുന്നു എന്നും ആക്ഷേപം. രാഹുലിനെ ന്യായീകരിച്ച് VK ശ്രീകണ്ഠൻ MP. കോൺഗ്രസ് ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. 3 മാസങ്ങൾക്ക് മുൻപ് ഉന്നയിച്ച ആരോപണങ്ങളിൽ കേസെടുക്കാത്തത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമെന്നും VK ശ്രീകണ്ഠൻ. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിൽ വീണ്ടും തെരുവ് നായ്ക്കളുടെ ആക്രമണം. കുളപ്പള്ളി UP സ്കൂൾ പരിസരത്ത് തെരുവ് നായയുടെ കടിയേറ്റത് 5 പേർക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഷൊർണൂരിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വിധി എഴുതുന്നത് 38,439 പേർ. കൂടുതൽ വോട്ടർമാർ കണയം വെസ്റ്റ് 1-ാം വാർഡിൽ, ഏറ്റവും കുറവ് പരുത്തിപ്പുറ ഈസ്റ്റ് 30-ാം വാർഡിൽ. പ്രശ്നബാധിത ബൂത്തുകൾ ഒന്നും തന്നെയില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ. മാലിന്യമുക്തി നേടി മണ്ണൂർ കാഞ്ഞിരപ്പാറ കിഴക്കേക്കര റോഡ്. മാലിന്യം തള്ളൽ പൂർണ്ണമായും നിലച്ചത് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചതോടെ. മാലിന്യം തള്ളുന്നവരെ പിടികൂടിയാൽ 4,00,000 രൂപ പിഴയെന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് അധികൃതർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. രാഹുൽ കേസിൽ പുറത്തുവരുന്ന വിവരങ്ങൾ കേരളത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത സംഭവങ്ങളാണെന്നും അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നതെന്നും BJP വക്താവ് K. സുരേന്ദ്രൻ. അതിജീവിതകളെ സഹായിക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരെ സംഘടിതമായി ആക്രമിച്ച് നിലം പരിശാക്കുന്ന ക്രിമിനൽ സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസിനുള്ളിലെ ഗുണ്ടാ സംഘമാണെന്നും K. സുരേന്ദ്രൻ തൃശ്ശൂരിൽ പറഞ്ഞു. ഒരു ഇരയുടെ കേവല പ്രശ്നമല്ല ഇതെന്നും 15 പെൺകുട്ടികളെയും ഒരു ആൺകുട്ടിയെയും കളമശ്ശേരിയിൽ ചികിത്സ തേടിയ വിവരം പോലീസിന്റെ പക്കലുണ്ടെന്നും പ്രൊജൽ രേവണ്ണയുടെ കേസിന് സമാനമായ ഗൗരവ പ്രശ്നമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഒരു ഇരയിൽ മാത്രം ഒതുക്കി അന്വേഷണ സംഘം കേസിലെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യരുതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. പുറത്തുവരുന്ന പല വിവരങ്ങളും കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ്. അതീവ ഗുരുതരമായ ഒരു സംഘടിത കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഇത് കേവലം ഒരു ഇരയുടെ മാത്രം പ്രശ്നമല്ല. ഇതിനോടകം 15-ലധികം പെൺകുട്ടികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും അവരെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കി പരാതികൾ പുറത്തു വരാതിരിക്കാൻ നീക്കം നടന്നതുമായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 15 പെൺകുട്ടികളും കളമശ്ശേരിയിൽ അതിഗുരുതരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു ആൺകുട്ടിയും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിൻ്റെ വിവരങ്ങളും പോലീസിന് ലഭിച്ചതാണ്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. കർണാടകയിൽ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗികാതിക്രമ കേസ് പോലെ വലിയ മാനങ്ങളുള്ള ഒരു കേസാണ് ഇപ്പോൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ച് ചുരുങ്ങിയത് 15 പെൺകുട്ടികളെങ്കിലും ഇങ്ങനെയുള്ള പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വൈകുന്നത് ഈ കേസിലെ മറ്റ് ഇരകൾ അവരുടെ പക്കലുള്ള വിവിധങ്ങളായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാൻ പ്രതിക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും അതുവഴി സാധിക്കും. ഇന്നലെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ പോലീസ് വലിയ അമാന്തമാണ് കാണിച്ചത്.
രക്ഷപ്പെടാൻ പഴുതുകൾ ഒരുക്കുകയാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. ഇന്ന് ഇത്ര സമയമായിട്ടും പ്രതിയെ സംബന്ധിച്ച് ഒരു സൂചനയും പോലീസിന് ഇല്ല എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ കഴിവിനെക്കുറിച്ച് അറിയുന്നവരാരും ശരിയായി അത് വിശ്വസിക്കാൻ പോകുന്നില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ടിഷ്യൂ പേപ്പർ എടുക്കുന്നത് പോലെയാണ് രാഹുലിനെതിരെ പരാതികളെന്നും ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നതാണ് കോൺഗ്രസ് സംസ്കാരമെന്നും മാന്യതയുണ്ടെങ്കിൽ കോൺഗ്രസ് ഇയാളെ പുറത്താക്കണമെന്നും MLA സ്ഥാനം രാജിവെക്കണമെന്നും പാലക്കാട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ EN സുരേഷ് ബാബു പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിക്ക് പരാതിയായി കൊടുത്തു എന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. കേരളം ഇരയാക്കപ്പെട്ട കുട്ടിയുടെ കൂടെയാണ്, കേരളത്തിൻ്റെ മനസ്സാകെ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഇത്രയും നീച പ്രവൃത്തി, വൃത്തികെട്ട പ്രവൃത്തി ചെയ്ത ഇയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം. മാത്രമല്ല നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് നിയമപരമായ ശിക്ഷാ നടപടികൾ ഇതിൻ്റെ ഭാഗമായി കൊടുക്കുന്നതിന് വേണ്ടി അതിവേഗതയിൽ കഴിയണമെന്നാണ്. ഇത്തരം പൊതുപ്രവർത്തകർ കേരളത്തിന് നാണക്കേടാണ്. ഏത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്തുന്ന ആളുകൾ ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകരുത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പൊതുസമൂഹത്തിൽ ജനങ്ങൾ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവൃത്തിയുടെ ആളുകളാണ് എന്ന നിലയിലേക്ക് കാണാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അതിവേഗതയിൽ ഇയാളെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കണം. അതാണ് കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്യേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച പെൺകുട്ടിയെ അധിക്ഷേപിച്ച് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. രാഹുലിനെതിരെ പരാതി വന്നിട്ട് മാസങ്ങൾ ആയെന്നും അന്ന് പെൺകുട്ടി ഒളിവിലായിരുന്നോ എന്നായിരുന്നു ആക്ഷേപം. തെരഞ്ഞെടുപ്പ് സമയത്ത് പരാതി വന്നത് സംശയിക്കുന്നുവെന്നും ശബരിമല വിഷയം വന്നപ്പോഴാണ് ഒരു അവതാരമായി പെൺകുട്ടി വന്നിരിക്കുന്നതെന്നും ആക്ഷേപം. പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു DCC പ്രസിഡന്റ്. ഞാൻ ചോദിച്ചേ, അദ്ദേഹത്തിന് ഈ സ്ഥാനാർത്ഥി, നിങ്ങൾ പത്രത്തിൽ കണ്ടു, അദ്ദേഹം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ഒരവിടെ നിർത്തിയിട്ടില്ല. ഞാനാണല്ലോ കമ്മിറ്റി ചെയർമാൻ, ഇവിടെ ഒരു സബ് കമ്മിറ്റി ഉണ്ടല്ലോ, അദ്ദേഹം പങ്കാളിയല്ല, അദ്ദേഹം ഇടപെട്ടിട്ടില്ല, അദ്ദേഹത്തിന് ആലോചിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ പാർട്ടിയുടെ അദ്ദേഹത്തെ ഒരു കാരണവശാലും അദ്ദേഹം അതിൽ പങ്കാളിയായിട്ടില്ല എന്നുള്ളത് 100% സത്യം. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയില്ല എന്നും അതിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ DCC അധ്യക്ഷനായ താങ്കൾ ആ കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്തില്ല എന്നുള്ള തോന്നലുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. ഞാൻ ചോട്ടെ, ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പങ്കെടുപ്പിച്ചെങ്കിൽ മാത്രമാണ് അത് തെറ്റ്. ഞങ്ങൾ ഒരിക്കലും ഔദ്യോഗികമായിട്ട് വിളിച്ചിട്ടില്ല, പങ്കെടുപ്പിച്ചില്ല, ഒന്നും ചെയ്തില്ല. അദ്ദേഹം ഏതെങ്കിലും അദ്ദേഹത്തിന് വിശ്വസിക്കുന്ന അല്ല ആരെങ്കിലും മറ്റേ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് വേണ്ടി 2 വോട്ട് ചോദിച്ചു പോയി എന്നല്ലാതെ ഒരു കാര്യം ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തെ പ്രചരണത്തിൽ ഏൽപ്പിച്ചിട്ടില്ല. അദ്ദേഹം ചെയ്ത് ഞങ്ങൾ വിളിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതിൽ സംശയിക്കുന്നു എന്നൊരു കാര്യം പറഞ്ഞു. അത് സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ പറയേണ്ടതാണ്. ഇല്ല, ഞാൻ പറഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കുക. ഇത് ഇന്നലെ വന്നാണോ, മിനിഞ്ഞാന്ന് വന്നാണോ ഈ ആരോപണം? കേൾക്കട്ടെ, മിനിഞ്ഞാന്ന് വന്നാണോ? അല്ലല്ലോ. ചേട്ടാ, ഇത് ആശങ്ക അത് മാത്രമല്ല, ഒന്നും കൂടെ വേണ്ടത്. കേരള ഗവൺമെന്റ് ഒരു സമിതി വെച്ച് പരാതി അന്വേഷണം നടക്കായിരുന്നു. ആരെങ്കിലും പരാതി ഉണ്ടോ അല്ലേ? എന്തുകൊണ്ട് അന്ന് കെട്ട് ഈ പറയുന്നവർ ജീവിച്ചിരുന്നില്ലേ? കൊടുക്കണ്ടേ? അന്തസ്സായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞ അന്തസ്സായി പറയണ്ടേ? അവിടെ വേണ്ടത്. ഇത് ഈ സമയത്ത് നോക്കുമ്പോൾ അത് എനിക്കൊരു സംശയം, ഞാൻ ആ തള്ളിക്കളയുന്നില്ല, അത് ഗൗരവമായിട്ട് എടുക്കണം ആ പരാതി. പക്ഷെ പരാതി വന്ന സമയമാണ് ഞാൻ സംശയിച്ചത്. 6-7 മാസമായിട്ട്, 6-7 മാസമായില്ലേ? എല്ലാവരുടെയും മാനസികാവസ്ഥയുണ്ട് എല്ലാവർക്കും. ഞാൻ അങ്ങനെയല്ല ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഒളിച്ചു വെക്കേണ്ട കാര്യം ഇപ്പൊ മാത്രം മറന്നേക്ക് പുറത്ത് വരേണ്ട കാര്യം നേരത്തെ വരാമല്ലോ. എന്നിട്ട് ഞാൻ ചോട്ടെ, ഇപ്പോഴും പറഞ്ഞു ആ പരാതി അന്വേഷിക്കട്ടെ, കുറ്റം ചെയ്തതിന് ശിക്ഷിക്കപ്പെടുന്നത്. രാഹുലിനെ ന്യായീകരിച്ച് VK ശ്രീകണ്ഠൻ MP. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ MP. കോൺഗ്രസ് ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. കഴിഞ്ഞ 3 മാസമായി പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും അത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമെന്നും VK ശ്രീകണ്ഠൻ പാലക്കാട്ട് പറഞ്ഞു. അന്വേഷണത്തിന് യാതൊരു തടസ്സമില്ലല്ലോ. ഒരു വ്യക്തി പരാതി കൊടുത്താൽ
പോലീസിലോ കോടതിയിലോ പരാതി കൊടുത്താൽ ഇവിടെ ഒരു നിയമ വ്യവസ്ഥ ഉണ്ടല്ലോ, ആ നിയമവ്യവസ്ഥ പ്രകാരം അന്വേഷണം നടക്കട്ടെ. ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതെയാണല്ലോ പുകമറ മുഴുവൻ സൃഷ്ടിച്ചത്, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. ഇന്നലെയാണല്ലോ ഒരാൾ പരാതി തന്നിരിക്കുന്നത്. നിരവധി ചാറ്റുകളും അതുപോലെ തന്നെ ഫോൺ സംഭാഷണമൊക്കെ ഇതിനു മുമ്പേയും കുറേ ദിവസം വന്നല്ലോ. എത്ര മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? ക്രൈംബ്രാഞ്ച് തന്നെ യാതൊരു തെളിവില്ലെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ പരാതി വന്നിട്ടുണ്ട്. ആ പരാതി പോലീസ് പരിശോധിക്കട്ടെ, നിയമവ്യവസ്ഥ അത് അന്വേഷിക്കട്ടെ, അതിനൊരു തടസ്സമില്ലല്ലോ. മാധ്യമങ്ങളല്ല, കോടതിയാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2-3 മാസമായിട്ട് ആകെ പുകമറയാണ്. അങ്ങനെ വന്ന വിവാദമായി വന്നപ്പോഴാണല്ലോ കോൺഗ്രസ് പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചത്. ഇതേപോലെ മുൻ MLA ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്, സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ 19. എന്തെങ്കിലും നടപടി CPM-ന്റെ ഭാഗത്തുനിന്നെടുത്തുണ്ടോ? ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിൽ വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. കുളപ്പള്ളി UP സ്കൂളിന് സമീപം തെരുവ് നായയുടെ കടിയേറ്റ് 5 പേർക്ക് പരിക്കേറ്റു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഷൊർണൂർ ടൗണിൽ വെച്ച് നായയുടെ കടിയേറ്റ് വിദ്യാർത്ഥിക്കും പരിക്കേറ്റിരുന്നു. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിലെ കുളപ്പള്ളി UP സ്കൂളിന് സമീപം പ്രസവിച്ച് കിടന്നിരുന്ന പട്ടിയുടെ ആക്രമണത്തിലാണ് 5 പേർക്ക് പരിക്കേറ്റത്. പരിക്കേറ്റവർ ഷൊർണൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി കുത്തിവയ്പ്പെടുത്തു. പട്ടിയുടെ ആക്രമണത്തെ തുടർന്ന് പരിസരവാസികൾ ഭീതിയിലാണ്. 2 ആഴ്ച മുൻപ് ഷൊർണൂർ ടൗണിൽ വെച്ച് വിദ്യാർത്ഥിക്ക് തെരുവുനായയുടെ കടിയേറ്റ സംഭവമുണ്ടായിരുന്നു. അമ്മയോടൊപ്പം കടയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് വിദ്യാർത്ഥിക്ക് നായയുടെ കടിയേറ്റത്. തെരുവുനായയുടെ ആക്രമണം ഇടയ്ക്കിടെ ഉണ്ടാകുന്നതിനാൽ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നും ഉയർന്നു വന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തദ്ദേശ തിരഞ്ഞെടുപ്പ്. ഷൊർണൂർ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലേക്ക് ഇത്തവണ 38,439 വോട്ടർമാർ. ഇതിൽ ഏറ്റവും കൂടുതൽ കണയം വെസ്റ്റ് 1-ാം വാർഡിൽ 1,457 വോട്ടർമാരും ഏറ്റവും കുറവ് പരുത്തിപ്പറ ഈസ്റ്റ് 30-ാം വാർഡിൽ 872 വോട്ടർമാരുമാണുള്ളത്. പ്രശ്നബാധിത ബൂത്തുകൾ ഒന്നും തന്നെയില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു. ഷൊർണൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പുരോഗമിച്ചു വരികയാണ്. ഇത്തവണ 35 വാർഡുകളായി ഉയർന്നപ്പോൾ ആകെ വോട്ടർമാർ 38,439 പേർ. ഇതിൽ കൂടുതലും സ്ത്രീ വോട്ടർമാരാണ്, 20,636 പേർ. പുരുഷ വോട്ടർമാർ 17,803 പേർ. ട്രാൻസ്ജെൻഡർ വോട്ടർമാരില്ല. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് കണയം വെസ്റ്റ് 1-ാം വാർഡിലാണ്, 1,457 വോട്ടർമാർ. ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് പരുത്തിപ്പറ ഈസ്റ്റ് 30-ാം വാർഡിൽ, ആകെ 872 വോട്ടർമാരാണുള്ളത്. സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നങ്ങളെല്ലാം ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. മുനിസിപ്പൽ പരിധിയിൽ പ്രശ്നബാധിത ബൂത്തുകൾ ഒന്നും തന്നെയില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസ് പറഞ്ഞു. 35 വാർഡുകളിലായി 35 ബൂത്തുകളാണ് സജ്ജീകരിക്കുക. ഷൊർണൂർ സെൻറ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ബൂത്ത് ഒരുക്കുന്നുണ്ട്. ഇതിനു പുറമെ ഈ സ്കൂളിൽ തന്നെയാണ് സ്ട്രോങ് റൂം, വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം, വോട്ടെണ്ണൽ കേന്ദ്രം എന്നിവ നടക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചേലക്കരയിൽ BLA അസഭ്യം വിളിച്ച യുവാവിനെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 83-ാം ബൂത്തിലെ BLA ആയ അനീഷ് മോളിൻ്റെ പരാതിയിലാണ് കേസ്. ചേലക്കര പത്തുകുഴി ദേശത്ത് കരുണാകരത്ത് വീട്ടിൽ പോയ സമയം ഓമനയുടെ മകൻ മധു എന്ന ആൾ അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും ചെയ്തെന്നാണ് പരാതി. തൃശൂർ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിക്കെതിരെ കേസെടുത്തത്. സാമ്പത്തിക പ്രതിസന്ധി എയ്ഡ്സ് രോഗ നിയന്ത്രണത്തെ ബാധിക്കുന്നുണ്ടെങ്കിലും പ്രതിസന്ധികളെ മറികടന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് പാലക്കാട് DMO ഡോക്ടർ TV റോഷ്, എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ B റിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ 1-ന് പാലക്കാട്ട് ബോധവൽക്കരണ റാലി നടത്തുമെന്നും ഇരുവരും അറിയിച്ചു. ഫിനാൻഷ്യൽ ഇയർ എടുക്കുന്നത് 24-25 നോക്കുമ്പോൾ 98 കേസായിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏപ്രിൽ മുതൽ 7 മാസത്തിനിടയിൽ തന്നെ നമുക്ക് 83 കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻ, അത് ആക്ച്വലി ഇപ്രാവശ്യത്തെ ഈ പ്രതിസന്ധികൾ അതിജീവിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്നൊരു ക്യാപ്ഷൻ കൊടുക്കാൻ കാരണം തന്നെ കുറേ കാലമായിട്ട് പ്രതിരോധം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്നില്ലാലും ഇങ്ങനൊരു ക്യാപ്ഷൻ വെക്കാൻ കാരണം നമുക്ക് പല രീതിയിലുള്ള പ്രതിസന്ധികൾ വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് ഫണ്ടിങ് മുമ്പത്തെ അപേക്ഷിച്ച് ഈ പ്രൊജക്റ്റിലേക്കുള്ള ഫണ്ടിങ് കുറവാണ്. ഇപ്പോൾ നമുക്ക് അന്താരാഷ്ട്ര തലത്തിലായാലും ഫണ്ടിങ് വരുന്നത് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം സ്ലോഗൻ അങ്ങനെ വെക്കാൻ കാരണം. പിന്നെ ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് നമുക്ക് പോകാൻ നമ്മൾ വെച്ചിരിക്കുന്ന സ്ട്രാറ്റജി 95-95-95 എന്നാണ്. അതായത് രോഗം ഉള്ളവരായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നവരിൽ 95% ആളുകളെയും നമ്മൾ കണ്ടുപിടിക്കണം. ഈ കണ്ടുപിടിച്ച ആളുകളിൽ 95% ചികിത്സ പരിപൂർണമായ രീതിയിൽ അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം.
അങ്ങനെ ചികിത്സ കൊടുക്കാൻ പറ്റുന്ന ആളുകളിൽ 95% ആളുകളിലും വൈറൽ ലോഡ് കുറയ്ക്കാൻ സാധിക്കും. എയ്ഡ്സ് രോഗികളായ 95% പേരെയും കണ്ടെത്തി 95% രോഗനിവാരണ പ്രവർത്തനങ്ങൾ നടത്തി. മുൻ വർഷത്തെ അപേക്ഷിച്ച് എയ്ഡ്സ് രോഗികളുടെ എണ്ണത്തിൽ ജില്ലയിൽ വർധനവുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് രോഗം പടരുന്നത് തടയാൻ വിപുലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. 31-ന് ദീപം തെളിയിക്കൽ, 1-ന് ബോധവൽക്കരണ റാലി, ബോധവൽക്കരണ കിയോസ്കുകൾ, കലാപരിപാടികൾ എന്നിവ നടക്കുമെന്നും ഇരുവരും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. DMO ഡോക്ടർ റോഷ്, എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ റിയാസ് ബി എന്നിവർക്ക് പുറമെ ക്ലസ്റ്റർ പ്രോഗ്രാം മാനേജർ S. സുനിൽകുമാർ, മീഡിയ ഓഫീസർ S. നയന എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ കാഞ്ഞിരപ്പാറ കിഴക്കേക്കര റോഡിൽ വഴിയോര ക്യാമറ സ്ഥാപിച്ചതോടെ മാലിന്യം തള്ളൽ പൂർണ്ണമായും നിലച്ചു. ആഴ്ചകൾക്ക് മുൻപാണ് ഇവിടെ ക്യാമറ സ്ഥാപിച്ചത്. മാലിന്യം തള്ളുന്നവരെ പിടികൂടിയാൽ 500,000 രൂപ പിഴയെന്നും ഒരു വിട്ടുവീഴ്ചയും ഇതിൽ ഉണ്ടാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. മലയോര പ്രദേശത്തു കൂടി പോകുന്ന ഗ്രാമീണ റോഡായതിനാൽ ആൾതാമസം കുറവാണ്. ഇത് മുതലെടുത്താണ് രാത്രിയുടെ മറവിൽ വ്യാപകമായി റോഡിനരികിൽ മാലിന്യം തള്ളിയിരുന്നത്. മാലിന്യങ്ങൾ ലോഡ് കണക്കെ തള്ളുന്നതിനാൽ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ദുർഗന്ധം മൂലം ബുദ്ധിമുട്ടിലായിരുന്നു. മാലിന്യങ്ങൾ കാക്കകൾ കൊത്തി സമീപ കിണറുകളിൽ ഇടുന്നതും ജലം മലിനമാകുന്നതും പതിവായി. ജനങ്ങൾ നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല. തുടർന്നാണ് ഭരണസമിതി യോഗത്തിൽ ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനമായത്. ക്യാമറ സ്ഥാപിച്ചതോടെ പുതുതായി ഒറ്റ മാലിന്യം പോലും ഇവിടെ തള്ളിയിട്ടിട്ടില്ല. മാലിന്യം തള്ളുന്നവരെ പിടികൂടിയാൽ 500,000 രൂപയാണ് പിഴ ഈടാക്കുക. ഒരു വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്ന് അധികാരികൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കലാലയങ്ങളെ ക്യൂയർ സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കോളേജുകളിൽ റെയിൻബോ ക്ലബ്ബുകൾ ആരംഭിക്കുന്നു. ആദ്യപടിയായി പാലക്കാട് വിക്ടോറിയ കോളേജിൽ ആരംഭിച്ച റെയിൻബോ ക്ലബിൻ്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി നിർവഹിച്ചു. സ്വവർഗ ലൈംഗികതയിൽ താൽപ്പര്യമുള്ളവരുടെ മാനസിക ശാരീരിക സംഘർഷങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും അവരെ സമൂഹത്തോട് ചേർത്ത് നിർത്താനും സമൂഹത്തിന് കഴിയണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ജനിതക ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കും. ഇത് വ്യക്തികളുടെ കുറ്റമല്ലെന്നും ജില്ലാ കളക്ടർ ചൂണ്ടിക്കാട്ടി. സമൂഹത്തിൽ ക്വീയർ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കലാണ് മുഖ്യ ലക്ഷ്യം. ലൈംഗിക ന്യൂനപക്ഷ വിഭാഗങ്ങളെ പിന്തുണയ്ക്കുന്ന സംഖ്യകക്ഷികളെ വളർത്തിയെടുക്കലും ലക്ഷ്യമാണ്. പ്രിൻസിപ്പാൾ SL സിന്ധു അധ്യക്ഷത വഹിച്ചു. ക്വിയർ ആക്ടിവിസ്റ്റ് ആര്യ വാസുകി, സ്റ്റാഫ് കോർഡിനേറ്റർ ആരതി അശോകൻ, യൂണിയൻ ചെയർമാൻ KG ഭഗത്, പ്രതീഷ്, ഉത്തരപ്രകാശ് എന്നിവർ സംസാരിച്ചു. വിക്ടോറിയയ്ക്ക് പുറമെ തോലന്നൂർ, കൊഴിഞ്ഞമ്പാറ ഗവൺമെൻറ് കോളേജുകളിലും പാലക്കാട് മെഡിക്കൽ കോളേജിലും റെയിൻബോ ക്ലബ്ബ് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വാമി വിവേകാനന്ദൻ്റെ കേരള സന്ദർശന സ്മരണ ആചരിച്ച് ഷൊർണൂർ വിവേകാനന്ദ പഠന കേന്ദ്രം ചടങ്ങ് ആധ്യാത്മിക പ്രഭാഷകൻ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആരുമായിട്ടും അന്നൊന്നും ഇത്ര ശക്തമായിട്ടുള്ള ബന്ധമാണ്. മറ്റുള്ളവർക്ക് വിവേകാനന്ദ സ്വാമി ഇത്ര അറിയപ്പെട്ടിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ ചെന്നിറങ്ങി അമേരിക്കൻ തെരുവുകളിലൂടെ അരങ്ങി ചിക്കാഗോയിലെത്തണം. എത്തി ആരും താമസിപ്പിക്കാൻ അവിടെ മൊത്തത്തിൽ പൂർണ്ണമായ അക്കോമഡേഷനും സൗകര്യങ്ങളും സുഖപ്പെടും ഒന്നും ആരും ചെയ്തിട്ടില്ല. ഇതിൻ്റെ പാകമുള്ളൊരു ഭാഗമാണ് ആരോ തമാശക്കാണോ എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ഡോക്യുമെൻസും ബാക്കിയൊക്കെ അറിയാം. നോക്കിയപ്പോൾ വാണ്ട കാണാൻ കുറേ വിഷമിച്ചു. അതിലധികം ഉറപ്പിച്ചു, ഈശ്വരൻ എന്നെ എന്തിനാണ് ഇങ്ങോട്ട് നിയോഗിച്ചത്, എൻ്റെ അമ്മ മഹാകാളി എന്തിനാണ് എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചത്, അവരെ എന്നെ ഇനി മുന്നോട്ട് നയിക്കുന്നത് കൃത്യതയിൽ അവിടെ ഇരിക്കല്ല. ആ കാവ്യം രണ്ട് ഏതൊക്കെ കാവ്യോത്സവം പുറത്തവിടെ. ചടങ്ങിൽ അഡ്വക്കേറ്റ് പ്രഭാശങ്കർ അധ്യക്ഷത വഹിച്ചു. CN ഭവദാസനുണ്ണി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. എഴുത്തുകാരൻ പ്രകാശ് ചുനങ്ങാട്, K. രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്വാമി വിവേകാനന്ദൻ നട്ട ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ആൽമരത്തിൽ ഫലകം സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിൽ വരുത്തിയ വീഴ്ച ഖേദകരമാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി. എത്രയും പെട്ടെന്ന് പ്രതിമ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ കേസിൽ പുറത്തുവരുന്ന വിവരങ്ങൾ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണെന്നും അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നതെന്നും BJP വക്താവ് K. സുരേന്ദ്രൻ. അതിജീവിതകളെ സഹായിക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരെ സംഘടിതമായി ആക്രമിച്ച് നിലം
പരിശാക്കുന്ന ക്രിമിനൽ സംഘമാണ് ഇതിന് പിന്നിലെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസിലെ ഗുണ്ടാ സംഘമെന്നും കെ സുരേന്ദ്രൻ. ടിഷ്യൂ പേപ്പർ എടുക്കുന്നത് പോലെയാണ് രാഹുലിനെതിരെ പരാതികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നതാണ് കോൺഗ്രസിലെ സംസ്കാരമെന്നും മാതൃകയാണെങ്കിൽ കോൺഗ്രസ് ഇയാളെ പുറത്താക്കണമെന്നും MLA സ്ഥാനം രാജിവെക്കണമെന്നും എൻ സുരേഷ് ബാബു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച പെൺകുട്ടിയെ അധിക്ഷേപിച്ച് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. രാഹുലിനെതിരെ പരാതി വന്നിട്ട് 3 മാസമായെന്നും അന്ന് പെൺകുട്ടി ഒളിവിലായിരുന്നു എന്നും ആക്ഷേപം. രാഹുലിനെ ന്യായീകരിച്ച് VK ശ്രീകണ്ഠൻ MP. കോൺഗ്രസ് ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. 3 മാസങ്ങൾക്ക് മുൻപ് ഉന്നയിച്ച ആരോപണങ്ങളിൽ കേസെടുക്കാത്തത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമെന്നും VK ശ്രീകണ്ഠൻ. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിൽ വീണ്ടും തെരുവ് നായ്ക്കളുടെ ആക്രമണം. കുളപ്പള്ളി UP സ്കൂൾ പരിസരത്ത് തെരുവ് നായയുടെ കടിയേറ്റത് 5 പേർക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഷൊർണൂരിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വിധി എഴുതുന്നത് 38,439 പേർ. കൂടുതൽ വോട്ടർമാർ കണയം വെസ്റ്റ് 1-ാം വാർഡിൽ, ഏറ്റവും കുറവ് പരുത്തിപ്പുറ ഈസ്റ്റ് 30-ാം വാർഡിൽ. പ്രശ്നബാധിത ബൂത്തുകൾ ഒന്നും തന്നെയില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ. മാലിന്യമുക്തി നേടി മണ്ണൂർ കാഞ്ഞിരപ്പാറ കിഴക്കേക്കര റോഡ്. മാലിന്യം തള്ളൽ പൂർണ്ണമായും നിലച്ചത് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചതോടെ. മാലിന്യം തള്ളുന്നവരെ പിടികൂടിയാൽ 4 ലക്ഷം രൂപ പിഴയെന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് അധികൃതർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.